ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മോഡൽ ഫ്രോങ്സിന്റെ സീറ്റ മാനുവൽ വേരിയന്റ് ആണ്. വളരെ റെയർ ആയിട്ട് മാത്രം ഫ്രോങ്സിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വേരിയന്റ് ആണ് സീറ്റ വേരിയന്റ്. കാരണം സീറ്റ വേരിയന്റ് ഓൺവേർഡ്സ് നമുക്ക് ടർബോ പെട്രോളാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ടർബോ പെട്രോൾ എടുക്കുന്ന ആളുകൾ അധികവും ഓട്ടോമാറ്റിക് ആണ് ചൂസ് ചെയ്യാറ്. നമ്മുടെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. വാഹനം ഓടിക്കാൻ ശരിക്കും ഇഷ്ടപ്പെടുന്നവർ മാത്രമേ എപ്പോഴും മാനുവൽ എടുക്കുകയുള്ളൂ. അങ്ങനെ വരുന്നൊരു വാഹനമാണ് ഈ സീറ്റ മാനുവൽ വേരിയന്റ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഫ്രോങ്സിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഫ്രോങ്സിന്റെ 2026 എല്ലാ വേരിയന്റുകളുടെയും ഡീറ്റെയിൽഡ് പ്രൈസ് നമുക്ക് ചെക്ക് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മാരുതിയിൽ നിന്ന് ഇപ്പോൾ ഓഫറുകൾ ഒന്നും കൊടുക്കാത്ത ഒരു വാഹനം ഉണ്ടെങ്കിൽ അത് ഫ്രോങ്സ് മാത്രമായിരിക്കും. ടോപ്പ് എൻഡിന്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഫ്രോങ്സിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് ആണ് നിങ്ങൾ ഈ കാണുന്ന സീറ്റ വേരിയന്റ്. ഫ്രോങ്സിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. അതിലെ മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. പക്ഷേ നിങ്ങളൊരു ടർബോ പെട്രോൾ വേണം, ടർബോ പെട്രോൾ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീറ്റ വേരിയന്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഡെൽറ്റ പ്ലസിലും ടർബോ പെട്രോൾ വരുന്നുണ്ട്, പക്ഷെ അത് വളരെ റെയർ ആയിട്ട് മാത്രമേ കാണാറുള്ളൂ. ടർബോ പെട്രോൾ വേണ്ടവർ മിനിമം ഈ ഒരു വേരിയന്റ് എങ്കിലും ചൂസ് ചെയ്യാറുണ്ട്. നമ്മളുടെ ആ ഒരു GST ബെനിഫിറ്റ് ഒക്കെ വന്നപ്പോൾ പക്ക വാല്യൂ ഫോർ മണി ആയിട്ട് വന്നൊരു വാഹനവും വേരിയന്റുമായിരുന്നു നമ്മളുടെ ഈ സീറ്റ വേരിയന്റ്. ആ സമയത്ത് ഏകദേശം ഒരു 2 ലക്ഷം രൂപയൊക്കെ കുറവിൽ നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങാനായിട്ട് പറ്റുമായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഫ്രോങ്സിലെ ഒരു വേരിയന്റ് നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ആണ് ഈ സീറ്റ വേരിയന്റ്. വേരിയന്റിന്റെ മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു റെഡ് കളർ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്ന ഒരു പ്രീമിയം കളറാണ്. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു ലുക്കും ഒരു SUV ലുക്കും ശരിക്കും ഈ വേരിയന്റിന് പ്രത്യേകിച്ച് ഈ കളറിൽ ലഭിക്കുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡെൽറ്റ പ്ലസിൽ അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ ഒരു വലിയ ഒരു ക്രോം ബാർ കാണാം, അതിൻ്റെ നടുക്ക് സുസ്കിയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 3 jewel ടൈപ്പിലുള്ള DRL കാണാം. അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 3 സ്ലോട്ടായിട്ടുള്ള LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ്. ഇപ്പോൾ ഫ്രോങ്സിൽ ഈ ഒരു പോർഷൻസിലായിട്ട് നമുക്കൊരു ഫോഗ് ലൈറ്റ് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. താഴെ നമുക്ക് സ്കിഡ് പ്ലേറ്റ് കാണാം. 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഫ്രണ്ടിലെ ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. കാരണം നമുക്ക് അലോയ് വീൽസ് ഡെൽറ്റ പ്ലസിനും സീറ്റയിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. 16 ഇഞ്ച് വീൽസാണ്, ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 195 60/60 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളെല്ലാം നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. സീറ്റ വേരിയൻറ്റിൽ ഇവിടെ താഴെയായിട്ട് നമുക്ക് വശങ്ങളിലെ ഒരു സിൽവർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ഫ്രോങ്സിൽ റിക്വസ്റ്റ് സെൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ് ഈ ഒരു സീറ്റ വേരിയൻ്റാണ്. ഗ്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ UV കട്ട് ഗ്ലാസ്സുകളാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 30% ഗ്രീനിഷ് കളറിൽ ടിൻറ്റഡ് ഗ്ലാസ് എന്ന് പറയാം. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂഫ് റെയിൽസിന് സിൽവർ ഫിനിഷ് വരുന്ന വേരിയൻറ്റും ഇതാണ്. മറ്റെല്ലാ വേരിയൻറ്റുകളിലും താഴെയുള്ള വേരിയൻറ്റുകളെല്ലാം നമുക്ക് ലഭിക്കുന്നത് ബ്ലാക്ക് ഫിനിഷിലാണ്. ഇതിനകത്ത് സിൽവർ ഫിനിഷ് വരുന്നു. നമുക്ക് സൺറൂഫൊന്നും വരുന്നില്ല. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. ഇവിടെ നമുക്ക് ഒരു വിൻഡോ ക്രോം ഫിനിഷൊക്കെ വരുന്ന ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു വേരിയൻറ്റും നമ്മളുടെ ഈ ഒരു സീറ്റ വേരിയൻ്റാണ്. ഒറ്റ നോട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ഫീൽ ചെയ്യില്ല എങ്കിലും വാഹനത്തിന് അടുത്തേക്ക് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വന്നാൽ അവിടെയായിട്ട് മേജറായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റും നമ്മളുടെ വൈപ്പറും സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ് ഈ ഒരു വേരിയൻ്റാണ്. ഡെൽറ്റ പ്ലസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മിസ്സ് ചെയ്യുന്നൊരു സംഭവം ഈ പറഞ്ഞ വൈപ്പറും കണക്റ്റഡ് ടെയിൽ ലൈറ്റുമാണ്. കണക്റ്റഡ് ടെയിൽ ലൈറ്റൊക്കെ പലരും ആക്സസറി ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നത് കാണാം. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് D4 ഗ്ലാസ്സുകളാണ്. കണക്റ്റഡ് LED ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഫ്രോങ്സ് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഈ ബാഡ്ജിങ് കണ്ടു കഴിഞ്ഞാൽ ഇത് ടർബോ ആണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെ ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് കാണാം. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. റിഫ്ലക്റ്റേഴ്സും വരുന്നുണ്ട്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ സിൽവർ ഫിനിഷിൽ ബാക്കിലും നമുക്ക് സ്കിഡ് പ്ലേറ്റ് കാണാം. റിവേഴ്സ് ക്യാമറ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ സീറ്റ വേരിയൻ്റാണ്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ പാഴ്സൽ ട്രേ കൊടുത്തിരിക്കുന്നു. 60/40 സ്പ്ലിറ്റ് സീറ്റ് കാണാനായിട്ട് പറ്റും. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് വരുന്നുണ്ട്. ചാർജിങ് പോർട്ടോ സംഭവങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സ്പെയർ വീൽ ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു 195 60/16 സെയിം സർവീസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ടും കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റിക്വസ്റ്റ് സെൻസർ നിങ്ങൾക്ക് ഫ്രോങ്സിൽ വേണമെങ്കിൽ സീറ്റ വേരിയൻ്റെങ്കിലും എടുക്കേണ്ടി വരും. നമ്മുടെ ബി പില്ലർ സി പില്ലർ എല്ലാം നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻറ്റുകളുടെയും ഇൻറ്റീരിയറിലെ ലേഔട്ട് ലുക്ക് കാര്യങ്ങളെല്ലാം സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം ലെതറിഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ പോർഷൻസിന് നമുക്ക് ആ ഒരു ലെതറിഡ് ഫിനിഷ് കാണാം. ഇതുവരെയെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷനാണ്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം നമുക്കൊരു ബ്രഷ്ഡ് എന്താ പറയുക ഒരു ബ്രോൺസ് ഫിനിഷ് കാണാം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ സീറ്റ വേരിയൻ്റാണ്. മറ്റൊരു വേരിയൻറ്റിൽ താഴത്തെ ഒരു വേരിയൻറ്റിലും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഇത് മാനുവലാണ്, എന്നാലും ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ, ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, നമ്മുടെ ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വരുന്നുണ്ട്. AC വെൻസ് ചുറ്റും എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ലേഔട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ ബേസ് വേരിയൻറ്റോട്ട് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. കുറച്ചധികം ഫീച്ചേഴ്സാണ് ശരിക്കും ഇതിനകത്ത് ആഡ് ഓൺസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. സീറ്റ വേരിയൻറ്റ് ലെതർ റാപ്പൊന്നും വന്നിട്ടില്ല. ഇടതുവശമായിട്ട് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ ഫോണിൻ്റെ കൺട്രോൾസും കാണാം. ക്രൂസ് കൺട്രോൾ നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇടതുവശമായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആണ് ഓട്ടോ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റ് ഈ സീറ്റ വേരിയൻ്റ് ആണ്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷനെ കൊടുത്തു. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്ററും RPM മീറ്ററിലും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. ഇത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ വാഹനങ്ങളിലൊക്കെ കാണുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. അതിൻ്റെ നടുക്ക് നമുക്ക് ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണാം. പിന്നെ മറ്റ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നു. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു empty, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യൂവൽ ഗേജും അനലോഗായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ട്രിപ്പ് ബൈ ട്രിപ്പ് പോലുള്ള ഫീച്ചേഴ്സ് അറിയാനായിട്ടും നമ്മളുടെ ക്ലസ്റ്ററിൽ തന്നെയാണ് ആ ഒരു നോബ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു സെയിം ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ തന്നെയാണ്. സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ് അത്. 4 സ്പീക്കറും 2 ട്യൂട്ടറും നമുക്ക് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഡെൽറ്റ പ്ലസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണലി നമുക്ക് ട്യൂട്ടേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജർ ഇതിനകത്ത് വരുന്നത് കൊണ്ട് അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അഡീഷണലി ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് കാണാം. അത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഒന്നുമല്ല അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്ന ക്യാമറയാണ്. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സും അവിടെ ഫങ്ഷൻ ചെയ്യുന്നത് കാണാം. ഇപ്പോൾ റിവേഴ്സ് ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നൊരു വേരിയൻറ്റ് നമുക്ക് ഈ ഒരു സീറ്റ വേരിയൻ്റാണ്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയതുകൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ലഭിക്കും. താഴേക്ക് വന്നാൽ AC വെൻസിനകത്തെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഇതും നമുക്ക് ഈ വേരിയൻറ്റിലാണ് ലഭിക്കുക. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്, ഇവിടുത്തെ ഈ ഒരു ഫിനിഷ് എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു സീറ്റ വേരിയൻറ്റിലാണ്. താഴേക്ക് വന്ന് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഈ ഒരു സെൻറ്റർ പോർഷൻസ് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്കാണ് വരുന്നത്. താഴെ വന്നാൽ നമുക്ക് 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട്, USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, വയർലെസ് ചാർജിംഗ് പാഡ് കാണാം. ഒരു 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോടുകൂടി ഫുള്ളി ഫംഗ്ഷനലായിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. മാനുവൽ ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റുമെല്ലാം നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയൻറ്റിലാണ്. സെൻറ്റർ ആംബ്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ ഒരു സീറ്റ വേരിയൻ്റാണ്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. നമുക്ക് നമ്മൾ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവേഴ്സുകൾ, സൺവൈസേഴ്സ് വിത്ത് മിററാണ്. നമുക്ക് അകത്ത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂൾഡ് ഫീച്ചറൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ നമ്മളുടെ സീറ്റ വേരിയൻറ്റിൻ്റെ. ഡെൽറ്റ പ്ലസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം പ്രീമിയം ടച്ചാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെൻറ്റർ ആംബ്രസ്റ്റ് ആണ്. ആ ഒരു OE ഫിറ്റിംഗ് സെൻറ്റർ ആംബ്രസ്റ്റ് നല്ല അടിപൊളി ആയിട്ട് നമുക്ക് കൈയെല്ലാം വെച്ചിരിക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ചധികം കൺവീനിയൻറ്റ് ഫീച്ചേഴ്സാണ് അഡീഷണലി ആഡ് ഓൺ ആയിട്ട് വന്നിരിക്കുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ഇവിടെയുള്ള ഒരു ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് AC വെൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രോങ്സിലെ വേരിയൻറ്റ് നമ്മളുടെ
ഈ സീറ്റ വേരിയൻ്റ് ആണ്. അതിന് താഴെ നമുക്ക് 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. ഒരു USB-യും ഒരു Type C ചാർജിങ് പോർട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെൻറ്റർ ആംറെസ്റ്റ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്രോങ്സിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻറ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹീൽ ഹോൾഡ് പോലെയുള്ള സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ബേസ് വേരിയൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ADAS പോലെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഒരു വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രോങ്സിലെ ഓടിക്കാൻ ഏറ്റവും രസമുള്ള 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അത് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇത് ടർബോ ആണെന്ന്. ആ ഒരു ചെറിയൊരു സൗണ്ടോട് കൂടിയാണ് സ്റ്റാർട്ട് ആവുന്നത്. നല്ല പവർഫുള്ളാണ്. ഇത്രയും വെയിറ്റ് കുറഞ്ഞൊരു വാഹനത്തിൽ 100 HP ആണ് പവർ ലഭിക്കുന്നത്. ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളൊരു മാനുവൽ വേരിയൻ്റാണ് നോക്കുന്നതെങ്കിൽ മറ്റ് പല ടർബോ പെട്രോൾ എഞ്ചിനുകൾ നോക്കുന്ന കൂട്ടത്തിലും പല മാനുഫാക്ചേഴ്സിൻ്റെ വാഹനങ്ങൾ നോക്കുന്ന കൂട്ടത്തിലും നിങ്ങൾക്കിതും കൺസിഡർ ചെയ്യാവുന്നതാണ്. 100 HP പവർ എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ വലിച്ചു കയറി പോകുന്നൊരു ഫീൽ തന്നെയാണ് നമുക്ക് ലഭിക്കുക. അതിന് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കായിട്ടാണ് ഈ എഞ്ചിൻ പെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫ്രോങ്സിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഇതിൻ്റെ 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. 88 HP പവറും 114 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ് ഡെൽറ്റ പ്ലസിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹൈലൈറ്റ് അതിൻ്റെ മൈലേജാണ്. 22 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കിനും മാനുവലിനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. റിയൽ ലൈഫിലൊരു 16-18 ഇടയ്ക്കൊക്കെ മൈലേജ് ലഭിക്കും. നിങ്ങൾ ടർബോ നോക്കുന്നവർക്ക് കിട്ടുന്ന മൈലേജ് സ്മാർട്ട് ഹൈബ്രിഡ് ഉള്ളത് കൊണ്ട് 21 ഒക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 20.9 ഒക്കെയാണ്. റിയൽ ലൈഫിൽ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ഈ എഞ്ചിൻ ഒരു 16 മൈലേജ് തരും. 15-16 കിട്ടുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മൾ പവർഫുൾ ആയിട്ടുള്ള വാഹനമാണ്. അതുപോലെ കാലുകൂടത്തൊക്കെ ഓടിക്കുകയാണെങ്കിൽ മൈലേജ് അതിനനുസരിച്ച് ഡ്രോപ്പ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വരാം. ഫ്രോങ്സിൽ മാരുതിയിൽ ₹1 പോലും ഓഫർ കൊടുക്കാത്തൊരു വാഹനം ഉണ്ടെങ്കിൽ അത് ഫ്രോങ്സ് ആണ്. പക്ഷേ ടർബോയ്ക്ക് 10,000 ഓഫർ കൊടുക്കുന്നുണ്ട്. നോൺ ടർബോ ഡെൽറ്റ പ്ലസിനൊന്നും ഓരോ ഓഫറും കൊടുക്കുന്നില്ല. 3 മാസം വരെയൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പക്ഷേ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മറ്റ് ഷോറൂമുകൾ കിട്ടുന്നതിനേക്കാളും വേഗത്തിൽ അവർ വണ്ടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. ഇൻഡസിൻ്റെ നമ്പറാണ്, നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. കാരണം വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് വരുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഈ സിഗ്മ വേരിയൻറ്റ് നിങ്ങൾക്ക് 8,50,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മളുടെ ഇഗ്നിസിൻ്റെ മാനുവലൊക്കെ നോക്കിയിരുന്നവർക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു വേരിയൻ്റാണ് ബേസ് സിഗ്മ വേരിയൻറ്റ്. എടുത്ത് ആക്സസറി ചെയ്താൽ മതിയാകും. ഒരു 50,000 രൂപയ്ക്ക് ആക്സസറിക്ക് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്കൊരു മിഡ് വേരിയൻ്റ് ലുക്കിലൊക്കെ ഇറക്കാനായിട്ട് പറ്റും. സെക്കൻഡ് വേരിയൻ്റായിട്ട് വരുന്നത് ഡെൽറ്റയാണ്. 8,95,000 രൂപയാണ് ഡെൽറ്റ മാനുവൽ ഓൺ റോഡ് പ്രൈസ്. ഡെൽറ്റ ഓട്ടോമാറ്റിക്കിൽ പോയി കഴിഞ്ഞാൽ 9.5 ലക്ഷം രൂപയാണ് ഡെൽറ്റ ഓട്ടോമാറ്റിക്. ഇനി തേർഡ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് ഡെൽറ്റ പ്ലസ് ആണ്. ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ് ഡെൽറ്റ പ്ലസ് ആണ്. ഡെൽറ്റ പ്ലസ് മാനുവലിന് 9,40,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 10 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഡെൽറ്റേനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 50,000 രൂപ കൂടുതലാണ് ഡെൽറ്റ പ്ലസിന് വരുന്നത്. ആ പ്രൈസിന് ഡെൽറ്റ പ്ലസ് 100% വെർത്തായിട്ടുള്ളൊരു കാറാണ്. ഡെൽറ്റ എടുക്കുന്നവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 50,000 രൂപ മുടക്കി ഡെൽറ്റ പ്ലസ് എടുക്കാമോളൂ, വേറൊരു വേരിയൻറ്റും എടുക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ ഫ്രോങ്സിലെ ഏറ്റവും ബെസ്റ്റ് വേരിയൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് തന്നെയാണ്, ഒരു മാറ്റമില്ലാത്ത കാര്യമാണ്. ഇനി നമുക്ക് ബേസ് സിഗ്മയിലും ഡെൽറ്റയിലും CNG വരുന്നുണ്ട്. സിഗ്മ CNGക്ക് 9,10,000 രൂപയും ഡെൽറ്റ CNGക്ക് 10,05,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പക്ഷേ CNG ഇന്നത്തെ കാലത്ത് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എൻ്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് CNG ഫില്ല് ചെയ്യാനായിട്ടുള്ള വാഹനങ്ങളുടെ ക്യൂ, എനിക്ക് തോന്നുന്ന ഒരു 50 വാഹനങ്ങളൊക്കെ ആ ഒരു സമയത്ത് വൈകുന്നേരം 5-6 മണിക്ക് CNG ഫില്ല് ചെയ്യാനായിട്ട് ക്യൂ നിൽക്കുന്നതാണ്. അപ്പോൾ അത്രയും ക്യൂ നിന്നൊക്കെ ഫില്ല് ചെയ്യേണ്ട അത്രയ്ക്ക് ആവശ്യമുള്ളവർ മാത്രം CNGയിലേക്ക് പോകാനാണ് എൻ്റെ ഒരു സജഷൻ. ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ടർബോ പെട്രോൾ വരുന്നുണ്ട്. ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെൽറ്റ പ്ലസ് ആണ്. 10,30,000 രൂപയാണ് ടർബോ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന സീറ്റ വേരിയൻ്റാണ്. 11,20,000 രൂപയാണ് സീറ്റ മാനുവലിനും. സീറ്റ ഓട്ടോമാറ്റിക്കിന് 13 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതായത് ഫ്രോങ്സിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ടർബോ പെട്രോൾ, അത് നിങ്ങൾക്ക് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ 13 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ആൽഫ വേരിയൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ 12,50,000 രൂപ ആൽഫ മാനുവലിനും ആൽഫ ഓട്ടോമാറ്റിക് 14,05,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആൽഫ ഓട്ടോമാറ്റിക് ആ പ്രൈസിന് കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രൈസിന് നിങ്ങൾക്ക് ഇത്രയും ഒരു ക്രോസ് ഓവർ ഡിസൈനിലൊരു വാഹനം വേണം, ഫീച്ചർ ലോഡായിട്ടൊരു വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സൺറൂഫ് ഒന്നും വേണ്ടാത്ത ആളുകൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. പക്ഷേ ആ ബഡ്ജറ്റിന് എനിക്ക് തോന്നുന്നു നമ്മളുടെ
ബ്രസയുടെ ZXi കിട്ടും. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടും വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ് ആ ഒരു വാഹനമാണ് ശരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഫ്രോങ്സ് എന്നല്ല, മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണ് എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മനസ്സിൽ വെക്കുക, ഫ്രോങ്സ് ഇപ്പോൾ ബുക്ക് ചെയ്താലാണ് ഓണത്തിലെങ്കിലും ഓൺ ഇറക്കാനായിട്ട് പറ്റുള്ളൂ. ഓണത്തിനൊക്കെ വണ്ടി പ്ലാൻ ചെയ്യുന്നവർ ഇപ്പോഴേ ബുക്ക് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.